Yes, hello everyone. നമ്മൾ ഒരു ചാപ്റ്റർ 4 ഇൻ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന ചാപ്റ്റർ നോക്കാൻ പോകണം. ഓക്കെ, സോ എന്താണ് ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ? ദിസ് ഇസ് ആക്ച്വലി ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്ലേസ് വേർ പീപ്പിൾ ബൈ ആൻഡ് സെൽ ഫൈനാൻഷ്യൽ അസറ്റ്സ്. ഫൈനാൻഷ്യൽ അസറ്റ്സിന്റെ വിൽപ്പനയും വാങ്ങലും നടക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫൈനാൻഷ്യൽ അസറ്റ്സ് പറഞ്ഞാൽ? എന്താണ്? ഇറ്റ് ക്യാൻ ബി ഷെയർസ്, അല്ലെ? സ്റ്റോക്സ് ആവാം, ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഷെയർസ് ആവാം, ബോൺസ് ആവാം, കറൻസി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന കറൻസി ആവാം, ഗോൾഡ് ആൻഡ് കമ്മോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഗോൾഡ് ആൻഡ് കമ്മോഡിറ്റീസ് ആവാം, ഇനി ഡെറിവേറ്റീവ്സും ആവാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ, ഇറ്റ് ക്യാൻ ബി എ ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ഏതും ആവാം. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാല്, സി എ പേഴ്സൺ നീഡ്സ് സം മണി, എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ മേ ബി എ കമ്പനി ആൻഡ് സർട്ടൻ പേഴ്സൺ ഹാസ് സം സേവിങ്സ്. ഈ സേവിങ്സ് ഈ പൈസ വേണ്ട കമ്പനിയിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനി ഓഫ് പീപ്പിൾ വാട്ട് എവർ ബി, ദാറ്റ് ഇസ് എ സിസ്റ്റം ദാറ്റ് കണക്ട്സ് പീപ്പിൾ ഹു ഹാവ് മണി വിത്ത് പീപ്പിൾ ഹു നീഡ്സ് മണി. പൈസ ഉള്ള ആളിനെയും പൈസ വേണ്ട ആളിനെയും കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ജനറൽ ഇൻ പ്രാക്ടിക്കൽ മീനിങ്ങിൽ നമുക്ക് പറയാൻ പറ്റും. സി, ഇപ്പൊ നിങ്ങൾക്കൊരു 10,000 rupees സേവിങ്സ് ഉണ്ടെന്ന് വെക്കാം. യുവർ നെയിം ഈസ് റാം. ഓക്കെ, റാമിന്റെ ഒരു 10,000 rupees സേവിങ്സ് ഉണ്ടെന്ന് വെക്കാം. ഒരു കമ്പനി, സർട്ടൻ കമ്പനി നെയിംഡ് XYZ, it needs money to expand business expand ചെയ്യാൻ മണി ആവശ്യമുണ്ട്. സോ ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ത്രൂ ദ ഫൈനാൻഷ്യൽ മാർക്കറ്റ് യു ഇൻവെസ്റ്റ് യുവർ മണി ഇൻ ദിസ് കമ്പനി. ഈ 10,000 നിങ്ങളുടെ സേവിങ്സ് ആണ്, നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ കമ്പനിക്ക് എന്ത് കിട്ടും? കമ്പനിക്ക് ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാനുള്ള ഫണ്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് യു ഏൺ പ്രോഫിറ്റ് ഡിവിഡൻഡ് ഇഫ് ദ കമ്പനി പെർഫോംസ് വെൽ. കമ്പനി നല്ലോണം പെർഫോം ചെയ്താൽ അതിന്റെ ഡിവിഡൻഡ്, പ്രോഫിറ്റിന്റെ ഡിവിഡൻഡ് ഒക്കെ കിട്ടും. So this market acts like a bridge between investors and businesses. Okay, investors എന്ന് പറഞ്ഞാൽ സേവിങ്സ് ഉണ്ട്, അവര് ഏതെങ്കിലും സ്ഥലത്ത് അവരുടെ പൈസ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. ദെൻ അവർക്ക് ബിസിനസ്സിലോട്ട് നിക്ഷേപിക്കാൻ ഉള്ള ഒരു മാർഗമായിട്ട് ഫൈനാൻഷ്യൽ അസറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി വൈ ദിസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ ഇമ്പോർട്ടന്റ്? ആലോചിച്ച് നോക്കൂ. വൈ ദിസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ആർ ഇമ്പോർട്ടന്റ്? Why financial markets are important? That's the question. Obviously, for capital formation, one of its importance is capital formation. അതായത് കണക്ഷൻ ഓഫ് മണി ഫോർ ബിസിനസ് ഗ്രോത്ത്. സി, സപ്പോസ് ഒരു ടാറ്റ മോട്ടോഴ്സ് പോലത്തെ ഒരു കമ്പനി പുതിയ ഫാക്ടറി രൂപീകരിക്കണം, അവർക്ക് 5,000 കോടിയുടെ ആവശ്യമുണ്ട്. സോ അവർക്ക് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യുന്നതിന് പകരം വാട്ട് ദേ ക്യാൻ ഡു, ദേ ക്യാൻ ഇഷ്യൂ ഷെയർസ് ടു ദ പബ്ലിക്. സോ പീപ്പിൾ ബൈ ഷെയർസ്, കമ്പനി ഗെറ്റ്സ് മണി. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, സോ ദിസ് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ? പിന്നെ ടാറ്റ മോട്ടോഴ്സിന് പൈസ വേണമെന്ന് വെച്ചു, അവരെന്ത് ഇഷ്യൂ, പബ്ലിക് എന്ത് ഷെയർസ് ഇഷ്യൂ ചെയ്യും. ലോൺ എടുക്കുന്നതിനേക്കാളും അവരെന്ത് ലോൺ എടുത്ത ഇൻവെസ്റ്റർ കൊടുക്കണം, അതിന് പകരം അവരെന്ത് ചെയ്യും? പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യും. പബ്ലിക് ഷെയർസ് പൈസ കൊടുത്ത് വാങ്ങും. അപ്പൊ അവർക്ക് പൈസ കിട്ടും. ആ പൈസ കൊണ്ട് അവർക്ക് പുതിയ ഫാക്ടറി പണിയാം. ഓക്കെ, ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ ക്യാപിറ്റൽ ഫോർമേഷൻ. ആൻഡ് അനദർ ഇമ്പോർട്ടൻസ് ഇസ് എന്റർപ്രൈസ് ഗ്രോത്ത്. പ്രൈസ് ഗ്രോത്ത് പറഞ്ഞാൽ ബിസിനസ് ഗ്രോ ചെയ്യുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റർപ്രൈസ് ഗ്രോത്ത്. ഉദാഹരണത്തിന് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെന്ന് വെക്കാം. ആ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് എന്ത് ചെയ്യാം? ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് പൈസ റേസ് ചെയ്യാം. എന്നിട്ട് അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? പുതിയ ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാം, എംപ്ലോയീസിനെ ഹയർ ചെയ്യാം. സോ വിത്തൗട്ട് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഗ്രോത്ത് ബിക്കംസ് ഡിഫിക്കൽട്ട്. അല്ലെ, ഇതൊക്കെ നടക്കാം. അവർക്ക് ഇപ്പൊ ഷെയർസ് ഇഷ്യൂ ചെയ്യാനും ഫണ്ട് റേസ് ചെയ്യാനും ആരെ സഹായിക്കുന്നത്? ഫൈനാൻഷ്യൽ മാർക്കറ്റാണ് സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്നതുകൊണ്ടാണ് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്, എംപ്ലോയീസിനെ ഹയർ ചെയ്യാനൊക്കെ പറ്റുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ എന്റർപ്രൈസ് ഗ്രോത്ത്. Okay, this is important. Financial market is important for enterprise growth. ഇനി അടുത്ത ഒരു ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്.
അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഓൾസോ ഹെൽപ്പ് റെഡ്യൂസ് റിസ്ക്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഇമ്പോർട്ടർ, ഒരു UK ഒരാള്, യു എസിലുള്ള ഒരാൾ ഇന്ത്യയിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇറക്കുമതി ചെയ്തു. ഓക്കെ, അപ്പോ $1 80 സമയത്താണ് ഇറക്കുമതി ചെയ്തത്. ക്ലിയർ? അപ്പോ വാട്ട് ഹാപ്പൻസ്, ആ ആൾക്ക് ഈ $80 എന്നുള്ളത് മാറിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ചിലപ്പോ അയാൾക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്നൊരു പേടി ഉണ്ടാവും. അപ്പൊ അതിന് പകരം അയാൾ എന്ത് ചെയ്യും, ഹി ക്യാൻ ലോക്ക്, ഏത് ദിവസമാണോ വേണ്ടത് ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് ലോക്ക് ചെയ്യാൻ പറ്റും. എത്രയൊക്കെ മാറിയാലും ആ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റിൽ പൈസ കൊടുക്കുന്ന രീതിയിൽ ലോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ വരിക, അങ്ങനെ സംഭവിക്കാൻ എന്താ ഹെൽപ്പ് ചെയ്യുന്നത്, ദിസ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ റിസ്ക് മാനേജ്മെന്റ്. നാളെ നമ്മൾ ഡോളറിന്റെ പൈസ മാറുന്നതുകൊണ്ട് ഇമ്പോർട്ടൻസ് ചിലപ്പോൾ നഷ്ടം ഉണ്ടാവാം. ആ നഷ്ടം ഒഴിവാക്കാൻ ഇന്നത്തെ ഡോളറിന് എന്താണോ വില ആ ഇതിൽ തന്നെ കച്ചവടം ഉറപ്പിക്കും. അങ്ങനെ ലോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് കറൻസി മാർക്കറ്റ് ആണ്. കറൻസി മാർക്കറ്റ് ഇസ് പാർട്ട് ഓഫ് എ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. സോ അത് റിസ്ക് മാനേജ്മെന്റിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി another importance of financial market is free exchange of capital. Free exchange of capital. അതായത് ഇപ്പൊ നോക്കിക്കോളൂ, മണി സേവ് ചെയ്യുന്ന ആൾക്കാര് അവരാരാണ്? ഇൻവെസ്റ്റേഴ്സ് ആണ് അല്ലെ. ഇൻവെസ്റ്റേഴ്സ് ആണ്. അവരെന്ത് ചെയ്യും? ഇൻവെസ്റ്റേഴ്സ് മണി എവിടേക്ക് ഇടും? സേവ് ചെയ്ത മണി ഇൻവെസ്റ്റേഴ്സ് ആവും. ഇൻവെസ്റ്റേഴ്സിന് സേവ് ചെയ്ത മണി ഉണ്ടാവും. ആ ഇൻവെസ്റ്റേഴ്സ് ആ പൈസ എവിടേക്ക് ഇടും? ആ ഇൻവെസ്റ്റേഴ്സ് ആ പൈസ ബിസിനസ്സിലേക്ക് ഇടും. ബിസിനസ് ഇൻ ടേൺ ആ പൈസ എക്കണോമിയിൽ എത്തിക്കും. ഈ തരത്തില് ദിസ് കീപ്സ് എക്കണോമി ആക്റ്റീവ്. ഇത്തരത്തിൽ മണി ഫ്രീലി മൂവ് ചെയ്യും ത്രൂ ദ ഫിനാൻഷ്യൽ മാർക്കറ്റ്. ബിസിനസ് ആ പൈസ എക്കണോമിയിൽ എത്തിക്കും. ക്ലിയർ? അതായത് ഇത് സാധനങ്ങളൊക്കെ വിൽക്കും വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ എന്താ, നോർമലി ഒരു എക്കണോമിയിലേക്ക് ഒരു ബൂം വരും അല്ലെ. അപ്പൊ ആ രീതിയിൽ പൈസ സേവ് ചെയ്ത ആൾ ഇൻവെസ്റ്റേഴ്സായി മാറും. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും? ആ പൈസ ബിസിനസ്സിലേക്ക് ഇടും. ബിസിനസ് എന്ത് ചെയ്യും? ആ പൈസ എക്കണോമിയിലേക്ക് തന്നെ ഇടും. ഇപ്പൊ കടയിലേക്കൊക്കെ അവർ സാധനങ്ങൾ കൊടുക്കും. അപ്പൊ അങ്ങനെ മൊത്തം പൈസ വാങ്ങലും കൊടുക്കലും ഒക്കെ ആയിട്ട് മൊത്തം എക്കണോമിയിലൊരു ചലനം സൃഷ്ടിക്കാൻ പറയും. ദാറ്റ് ഇസ് ഫ്രീ എക്സ്ചേഞ്ച് ഓഫ് ക്യാപിറ്റൽ. മണി മൂവ്സ് ഫ്രീലി ഫ്രം ഇൻവെസ്റ്റേഴ്സ് ടു ബിസിനസ്, ബിസിനസ് ടു എക്കണോമി. ആ രീതിയിൽ ദിസ് കീപ്സ് ദ എക്കണോമി ആക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നൗ ലെറ്റ്സ് സീ വാട്ട് അസറ്റ്സ് ആർ ട്രേഡഡ്. എന്തൊക്കെ ഫൈനാൻഷ്യൽ അസറ്റ്സ് ആണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെന്ന്. ഇക്വിറ്റീസ് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷെയർസ്. ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷെയർസ് തന്നെയാണ് അതിനർത്ഥം ഉദ്ദേശിക്കുന്നത്. ഷെയർ എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ സ്മോൾ ഓണർഷിപ്പ് ഓഫ് എ കമ്പനി. ഇപ്പൊ നിങ്ങൾ ഒരു കമ്പനിയുടെ ഒരു ഷെയർ വാങ്ങിയാല് യു ബിക്കം വൺ ഓഫ് ഇറ്റ്സ് ഓണേഴ്സ്. ഉദാഹരണത്തിന് ഇപ്പൊ ഇഫ് എ കമ്പനി ഹാസ് 1 lakh ഷെയർസ്, ഒരു കമ്പനിക്ക് 1 lakh ഷെയർസ് ഉണ്ടെന്ന് വെക്കാം, ആൻഡ് യു ഓൺ 100 ഷെയർസ് ഓഫ് ഇറ്റ്. 100 ഷെയർസ് അതിന്റെ നിങ്ങളാണ് അതിൽ ഓൺ ചെയ്യുന്നെങ്കിൽ, ദെൻ യു ഓൺ എ സ്മോൾ പാർട്ട് ഓഫ് ദാറ്റ് കമ്പനി. ആ കമ്പനിയുടെ ചെറിയൊരു ഓണർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുകയാണ് ഷെയർ വാങ്ങുമ്പോൾ. ഓക്കെ, ഹൗ യു ഏൺ ഫ്രം ദിസ്? ഷെയറിന്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ യു ഏൺ ഫ്രം ഇറ്റ്. ആൻഡ് ഓൾസോ പ്രോഫിറ്റ് ആയിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷെയറിന് 3 രൂപ ഡിവിഡൻഡ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. സോ ഈ രണ്ട് രീതിയിൽ യു ക്യാൻ ഏൺ ഫ്രം ഷെയർസ്. ദാറ്റ് ഇസ് ഷെയർ ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ കമ്പനിയുടെ ഷെയർ 100 രൂപയായിരുന്നു വെക്കുക, പിന്നെ അത് 120 രൂപയായാല് ഈ 20 രൂപ യു ആർ ഏണിംഗ് അല്ലെ. അതേപോലെ തന്നെ ഈ കമ്പനി നല്ല പ്രോഫിറ്റിലായിട്ട് ഒരു ഷെയറിന് 3 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചാൽ 100 into 3 യു വിൽ ഗെറ്റ് 300 rupees. സോ ഈ രീതിയിലാണ് നിങ്ങൾ ഒരു ഷെയർ വാങ്ങുമ്പോൾ ഏൺ ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ടാണ് ഞാൻ ഷെയറിനെ കുറിച്ച് പറഞ്ഞത്. ഇതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഐ തിങ്ക് യു ഗോട്ട് സ്റ്റഡി ഇൻ ദ എക്സിക്യൂട്ടീവ് അല്ലെ. ഇപ്പൊ ഇത്ര മതി. നൗ ബോൺസ് എന്താന്ന് നോക്കാം. ബോൺസ് എന്ന് പറഞ്ഞാല് ഒരു കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് ഒക്കെ ബോണ്ട് ഇറക്കും. അവർക്ക് പൈസ ആവശ്യമില്ല. അപ്പൊ നമ്മൾ അത് പർച്ചേസ് ചെയ്യും.
അത് ശരിക്കും നമ്മൾ അവർക്ക് ലോൺ കൊടുക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഒരു 10-year ബോണ്ട് ഇറക്കുകയാണ് വെക്കുക, ആൻഡ് യു ഇൻവെസ്റ്റ് 1 lakh. ഗവൺമെന്റ് എന്ത് പ്രോമിസ് ചെയ്യും? അതിന് ഇൻട്രസ്റ്റ് പ്രോമിസ് ചെയ്യും, എവറി ഇയർ ഇൻട്രസ്റ്റ് പ്രോമിസ് ചെയ്യും, 10 വർഷം കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ റീപേയ്മെന്റ്, ആ രീതിയിൽ. സോ ഷെയർസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓണർഷിപ്പ് കിട്ടുന്നുണ്ട്, പക്ഷെ ബോൺസിന് ഓണർഷിപ്പ് അല്ല, നമ്മൾ ലോൺ കൊടുക്കുന്ന പോലെ വരുന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞ ഒരു 10-year ബോണ്ട് 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ആ 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിൽ വാട്ട് വി ഗെറ്റ്, എല്ലാ വർഷവും നമുക്ക് ആ 1 lakhനുള്ള 10% ഇൻട്രസ്റ്റ് വെച്ച് കിട്ടും. 10% മേ വേരി, ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണ്. ആഫ്റ്റർ 10 years യു വിൽ ഗെറ്റ് യുവർ അടച്ച 1 lakh പ്രിൻസിപ്പളും തിരിച്ചു കിട്ടും. ക്ലിയർ? ദിസ് ഇസ് കോൾഡ് ബോണ്ട്സ്. നൗ വിൽ ഡിസ്കസ് അബൌട്ട് കറൻസി മാർക്കറ്റ്. കറൻസി മാർക്കറ്റ് ഒന്നുമില്ല, കറൻസി മാർക്കറ്റ് പറഞ്ഞാൽ ദിസ് മാർക്കറ്റ് ഡീൽസ് വിത്ത് ഫോറിൻ കറൻസീസ്. ഇപ്പൊ റുപ്പി ടു ഡോളർ, റുപ്പി ടു സിംഗപ്പൂർ ഡോളർ, അങ്ങനെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇമ്പോർട്ട്സ്, എക്സ്പോർട്ട്സ്, അതേപോലെ ഫോറിൻ ട്രാവൽ, ഇന്റർനാഷണൽ ബിസിനസ്സിലേക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത്. ഇറക്കുമതിയിലും കയറ്റുമതിയിലും, അതേപോലെ നമ്മൾ പുറത്ത് വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ തന്നെ ആ കറൻസി, അവിടുത്തെ കറൻസി ഇവിടെ തന്നെ ഇന്ത്യൻ റുപ്പിന്ന് മാറ്റിയിട്ട് ആ കറൻസി കുറച്ച് കൈവച്ചിട്ട് പോകും അല്ലെ. അപ്പൊ ഇതിനൊക്കെയാണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ കറൻസി മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ കമ്മോഡിറ്റീസ് മാർക്കറ്റില് വാട്ട് ഹാപ്പൻസ് ഇസ്, നെക്സ്റ്റ് വൺ ഇസ് കമ്മോഡിറ്റീസ് മാർക്കറ്റ്. കമ്മോഡിറ്റീസ് മാർക്കറ്റിൽ ഫിസിക്കൽ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്നതാണ്. ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ, വീറ്റ്, ഇതിന്റെയൊക്കെ ഇപ്പോ ഒരു ഫ്യൂച്ചർ വാല്യൂ ഒക്കെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് കമ്മോഡിറ്റി മാർക്കറ്റ്. ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. കമ്മോഡിറ്റി മാർക്കറ്റ് ഇപ്പൊ തൽക്കാലം ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഫിസിക്കൽ ഗുഡ്സിന്റെ നമ്മുടെ ഒരു ഷെയർസ് ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഓൺലൈൻ ആയിട്ടൊക്കെ ആയിട്ട് ഫിസിക്കൽ ഗുഡ്സ് ആക്ച്വലി നമ്മുടെ കയ്യിൽ വെക്കാതെയും വാങ്ങാതെയും ഒക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് കമ്മോഡിറ്റീസ് മാർക്കറ്റ്. ഗോൾഡിലൊക്കെ നമുക്ക് MCX എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ, മാർക്കറ്റ് കമ്മോഡിറ്റിന്റെ, അതിൽ പോയിട്ട് നമുക്ക് ആക്ച്വൽ ഗോൾഡ് വാങ്ങാതെ തന്നെ നമുക്ക് ഈ ഡിജിറ്റൽ ഫോമിൽ ഗോൾഡ് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ പ്രൈസ്. ദാറ്റ് ഈസ് കമ്മോഡിറ്റീസ് മാർക്കറ്റ്. ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്കറിയാം, ഇപ്പൊ നിഫ്റ്റിയിലൊക്കെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. മേ ബി ഇത്ര കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇപ്പൊ പഠിക്കേണ്ട കാര്യമില്ല. ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് എത്ര നിങ്ങൾ മനസ്സിലായാൽ മതി. ആസ് ദ നെയിം സജസ്റ്റ്, ഇറ്റ് ഗെറ്റ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം അനദർ അസെറ്റ്. ഓക്കെ, ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോ അതിന് വേറൊരു അസെറ്റ് ഉണ്ടാവും, ആ അസെറ്റിൽ നിന്നാണ് ഇതിന്റെ വാല്യൂ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലെങ്കിലും ഡോണ്ട് വറി, ലീവ് ഇറ്റ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഡെറിവേറ്റീവ് ഗെറ്റ്സ് ഇറ്റ്സ് വാല്യൂ ഫ്രം അനദർ അസെറ്റ്. ഇപ്പൊ നിങ്ങൾ നിഫ്റ്റിയിലൊക്കെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾ, എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ കുറച്ച് ഇതാവും വരും. അത് ഇറ്റ് ഈസ് യൂസ്ഡ് മെയിൻലി ഫോർ റിസ്ക് പ്രൊട്ടക്ഷൻ, സ്പെക്കുലേഷൻ ഒക്കെ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നിങ്ങളൊരു ഗോൾഡിന്, നിങ്ങൾക്ക് ഗോൾഡിന്റെ വില കൂടുമെന്ന് തോന്നുകയാണ് വെക്കാം. ഇപ്പൊ ദിസ് മന്ത് ഇസ് മെയ്. അപ്പൊ നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്, ഞാൻ ജൂലൈയിൽ ഗോൾഡ് വാങ്ങിക്കോളാം, പക്ഷെ ഇന്നത്തെ പ്രൈസ് തന്നെ വേണം, 70,000 റുപ്പീസാണ് ഇന്നത്തെ പ്രൈസിൽ നിങ്ങൾ വാങ്ങും. ഇനി ഗോൾഡിന്റെ പ്രൈസ് 80,000 ആയി നിൽക്കാം ജൂലൈയിൽ, ബട്ട് സ്റ്റിൽ യു നീഡ് ടു ഗീവ് ദ പ്രൈസ് ഓഫ് 70,000 ഓൺലി. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ റിസ്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഡെറിവേറ്റീവ്സ് മാർക്കറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി NSE BSE എന്താ? ഈ പേജിൽ നമുക്ക് NSE BSE നെ കുറിച്ച് നമുക്ക് അവിടെ ഇൻട്രൊഡക്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ബുക്കിൽ അല്ലെ. NSE BSE എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓഫ് ഇന്ത്യയാണ്. NSE BSE, National Stock Exchange, Bombay Stock Exchange. NSE is the largest stock exchange in India. Okay, Nifty 50 ne കേട്ടിട്ടില്ലേ? Nifty 50 index, it's part of NSE. BSE ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് ഏഷ്യയിലെ തന്നെ ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് BSE, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇപ്പൊ അത്ര NSE അത്ര പോപ്പുലർ അല്ല, കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് ഇപ്പൊ നിഫ്റ്റിയിലാണ്. BSE എന്താണ് സെൻസെക്സ് എന്ന് കേട്ടിട്ടില്ല, സെൻസെക്സ് ഇസ് പാർട്ട് ഓഫ് BSE. പക്ഷെ ഇപ്പൊ ട്രേഡിംഗ് കൂടുതൽ നടക്കുന്നത് എന്തിലാണ്? നമ്മുടെ നിഫ്റ്റി 50യിലാണ് കൂടുതൽ ട്രേഡ് നടക്കുന്നത്. ഓക്കെ ഓക്കെ ഇനിയിപ്പോ ഇതിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇതിൽ ഒരു ഓവർ ദ കൗണ്ടർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ടെസ്റ്റിൽ. വാട്ട് ഈസ് ഓവർ ദ കൗണ്ടർ? സെക്യൂരിറ്റീസ് ട്രേഡ് ഓവർ ദ കൗണ്ടർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ദാറ്റ് ഈസ്
ട്രേഡിംഗ് ഡയറക്ട്ലി ബിറ്റ്വീൻ പാർട്ടീസ് വിത്തൗട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE BSE പോലത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉപയോഗിക്കാതെ പാർട്ടീസ് തമ്മിൽ ഡയറക്ട്ലി ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓവർ ദ കൗണ്ടർ ട്രേഡ്, സെക്യൂരിറ്റീസ് ട്രേഡിംഗ് ഓവർ ദ കൗണ്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് രണ്ട് ബാങ്ക്സ് ഡയറക്ട്ലി കറൻസി കോൺട്രാക്ടിൽ എത്തി നിൽക്കാം. സോ അതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇല്ല. സോ ദാറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓവർ ദ കൗണ്ടർ. ഓക്കെ. മണി മാർക്കറ്റ് എന്താണെന്ന് ചോദിക്കുന്നത്, മണി മാർക്കറ്റ് ഇസ് വിച്ച് ഇസ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്, ദാറ്റ് ഇസ് ലെസ് ദാൻ 1 ഇയറിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഡീൽ ചെയ്യുന്നതിനാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. മണി മാർക്കറ്റ് അതും നിങ്ങളുടെ ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. മണി മാർക്കറ്റ്, മണി മാർക്കറ്റ്, മണി മാർക്കറ്റ് ഇറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ഇയർ, ലെസ് ദാൻ 1 ഇയറിനുള്ള ഷോർട്ട് ഫണ്ട്സിന് ഡീൽ ചെയ്യുന്നതിനാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഒരു ട്രഷറി ബിൽ അതേപോലെ കമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഒക്കെ ഇതിന് ഉദാഹരണമായിട്ട് വരാം. അത് ആരും ഉപയോഗിക്കുക, ബാങ്ക്സ്, ഗവൺമെന്റ്സ്, കമ്പനീസ് ഒക്കെ ഉപയോഗിക്കും ട്രഷറി ബിൽസും കമേഴ്ഷ്യൽ പേപ്പറൊക്കെ. ഒരു വർഷത്തിന് മാത്രം കാലാവധിയുള്ള ഷോർട്ട് ടേം ഫണ്ട്സിനാണ് നമ്മളിൽ പറയുന്നത് മണി മാർക്കറ്റ്. പക്ഷെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം ഫണ്ട്സ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതാണ് മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. ക്യാപിറ്റൽ മാർക്കറ്റ് ഡീൽസ് വിത്ത് ലോങ് ടേം ഫണ്ട്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, അതൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അത് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? ഇറ്റ് ഇസ് മേ ബി യൂസ് ഫോർ ബിസിനസ് എക്സ്പാൻഷൻ, ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്, അതൊക്കെ. ഓക്കെ. സോ ഇത്രയൊക്കെയാണ് അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഇനി ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ് ഫെയിൽ ആയാൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് വീണാൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി റിസഷൻ, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ സംഭവിക്കും. 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് നമ്മുടെ മുന്നിലെ എക്സാമ്പിൾ ആയിട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ എന്തൊക്കെ ഉണ്ട്? ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് റൂൾസ് ദാറ്റ് ഹെൽപ്പ് എക്സ്ചേഞ്ച് മണി. ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞാല് ബാങ്ക്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ പെടും. അതേപോലെ എന്തൊക്കെ ഉണ്ട് ഒരു ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിലെ? ഈസി. ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാല് ബാങ്ക്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇൻഷുറൻസ് കമ്പനി, മ്യൂച്വൽ ഫണ്ട്സ്, ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇൻസ്ട്രുമെന്റ്സ് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് അല്ലെ, ഷെയർസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ്, ഡെറിവേറ്റീവ്സ് ഒക്കെ. പിന്നെ ഉള്ളത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. കാരണം ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഓരോ സ്ഥാപനങ്ങളുണ്ട്. ഉദാഹരണത്തിന് RBI എന്ത് ചെയ്യും? RBI ബാങ്ക്സിനെ റെഗുലേറ്റ് ചെയ്യും. അതേപോലെ സെബി റെഗുലേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അതേപോലെ IRDA എന്ന ഇൻഷുറൻസ് കമ്പനീസിന്റെ റെഗുലേറ്റർ ആണ് IRDA. അതേപോലെ തന്നെ ഈ രീതിയിൽ 3 കൂടി കൂടുമ്പോഴാണ് ഒരു ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റ് ആവുന്നത്. ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്നൊക്കെ ഐ തിങ്ക് വി വിൽ സ്റ്റഡി ഇൻ ദി കമ്മിങ് ക്ലാസ്സസ്. താങ്ക് യു.